അടുത്തതായി വേദിയിലെത്തുന്നു ശ്രീ കൃഷ്ണേന്ദ്രൻ, ശ്രീമതി ഭാവന രാധാകൃഷ്ണൻ. സ്വീകരിച്ചാലും അവിടുന്ന് പഴയ കോളേജിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ലേ. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. രമേഷ് ജിയും കൃഷ്ണേന്ദ്രന് ഒരു കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ രമേഷ് ജിയുടെ സുഹൃത്തുക്കളായിട്ട് വന്നത് കൃഷ്ണേന്ദ്രൻ ഇപ്പോഴും ഇങ്ങനെ കുട്ടപ്പനായിട്ട് ഇപ്പോഴും കോളേജ് സ്റ്റുഡൻ്റായിട്ട് നടക്കുന്നത്. നമ്മൾ തമ്മിൽ എത്ര കൊല്ലം ബന്ധമുണ്ട് ഒന്ന് ആലോചിച്ചു. നമ്മൾ തമ്മിൽ 10 കൊല്ലായി, 78-79 കാലം ഒരു സൗഹൃദമുണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് എന്റെ ജൂനിയറാണ് ശരിക്കും പറയുകയാണെങ്കിൽ. രമേഷ് സീനിയറാണ് അപ്പൊ ഇരിക്കുന്നത്. അതും സീനിയറാണ്. ഹോസ്റ്റലിലത്തെവരുടെ അടിപൊളി ലൈഫ് എന്നുള്ളത് വേറൊരു കാര്യം. അത് ഞാൻ വല്ലപ്പോഴൊക്കെ അതുമായിട്ടുള്ള എനിക്ക് ബന്ധമുണ്ടായിരുന്നുള്ളൂ. അത് ഇവരാണ് ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ്. ആ സമയത്ത് സിനിമാ നടനായി കഴിഞ്ഞു. അപ്പൊ പല സമയത്ത് ഞാൻ ഷൂട്ടിങ്ങിന് പോകുക, ഔട്ട്ഡോറും അങ്ങനെയുള്ളൊരു സമയമുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് എപ്പോഴും വരാറുള്ളൊരു ആളായിരുന്നു. സ്ഥിരം അമ്മയും അച്ഛനുമായിട്ടൊക്കെ ഭയങ്കര ബന്ധം. എത്രയോ തവണ ഊണ് കഴിച്ചിട്ടുണ്ട്, കാപ്പി പിടിച്ചിട്ടുണ്ട്. പപ്പടത്തിന്റെ കാര്യം എപ്പോഴും പറയും. അതെന്താ പപ്പടത്തിന്റെ പ്രത്യേകത എനിക്കറിയില്ല. പക്ഷെ രമേശ് പപ്പടം കിട്ടില്ല, ഡ്രമ്മിൽ അടച്ചു വെച്ചിട്ട് അമ്മ എടുത്തുകൊണ്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. എന്തൊക്കെയോ കടുമാങ്ങൊക്കെ പാലക്കാട് വിഭവങ്ങൾ. രമേശിനെ നമ്മൾ സാധാരണ പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റേജിന് ശേഷമൊക്കെ കണ്ടപ്പോൾ രമേശ് വളരെ സീരിയസ് അല്ലാതെ പറ്റില്ല. കാരണം പുള്ളിക്ക് കുറെ സ്റ്റുഡൻസ് ഉണ്ട്, കുറെ ശിഷ്യന്മാരുണ്ട് അവരുടെ മുന്നിൽ. പക്ഷെ ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് എത്തുമ്പോഴാണ് രമേശ് ഫ്രീ ആവുന്നത്. അപ്പോഴാണ് പഴയ രമേശിനെ നമുക്ക് കിട്ടാറുള്ളത്. ഞാനും ഇതുപോലെ രമേശിന്റെ ആ പഠിച്ച കാലഘട്ടത്തിൽ ഒരു ഗിറ്റാറും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ ട്രൂപ്പും കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യായിരുന്നു. കൃഷ്ണേന്ദ്രനും ഞാനും പാടാനും കൂടുതൽ. പിന്നെ ഞങ്ങളുടെ കോളേജിൽ ഭയങ്കര ലൈവ്ലിയാണ്. അതാ ഒരു പ്രത്യേകതയാണ്. ചിറ്റൂർ കോളേജിൽ ഇങ്ങനെ എല്ലാ ഫംഗ്ഷനും ഞങ്ങളുടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടാവും. അങ്ങനെ ഒരു രസമായിരുന്നു അത്. ഓർമ്മയുള്ള കാര്യം രമേശിന്റെ കാര്യം, സ്റ്റേജിൽ കയറുമ്പോഴത്തെ കാര്യം ഞാൻ പറയണം. ഇപ്പോഴത്തെ ഉസ്താദിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. അത് ഈ ഗിറ്റാറും കൊണ്ട് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം അതാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ മെലഡി അന്നത്തെ ഹിറ്റ് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കും. പുള്ളി ഞങ്ങളുടെ പാട്ടിനൊക്കെ ഗിറ്റാറൊക്കെ വായിക്കും. അന്ന് തന്നെ ഈ സിത്താറിന്റെ പീസുകൾ അതിഗംഭീരമായിട്ട് വായിക്കും. അതാണ് മെയിനായിട്ട് നന്നായിട്ട് വായിക്കുക. ശരിക്കും കോഡ്സ് വായിക്കുന്നതിനേക്കാൾ പുള്ളിയുടെ താല്പര്യമായിട്ട് നല്ല ബിറ്റുകൾ വായിക്കുന്നതിലായിരുന്നു. അത് നന്നായിട്ട് വായിക്കും. അപ്പോൾ അതിനുശേഷം അടുത്ത ഗാനം രമേശ് നാരായണൻ പാടുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടുന്ന് ബാക്കിൽ നിന്ന് നടന്നു വന്നിട്ട് ഗിറ്റാർ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗിറ്റാറുണ്ട്, വൈബ്രേറ്ററൊക്കെ ആയിട്ട്. അപ്പം അന്നത്തെ ഒരു ഹിറ്റ് പാട്ടാണ് മുഖദ്ദർ കാ സിക്കന്ദർ, അമിതാഭ് ബച്ചൻ. അപ്പോൾ ആ കോഡൊക്കെ ഇട്ടിട്ട് അന്നത്തെ ഒരു പ്രത്യേക ടോണൊക്കെ ഒരു വവ്വാണ് അത് പാടി അങ്ങോട്ട്. കാരണം ഒരു ഗിറ്റാറിസ്റ്റ് പാടുകയാണ് പെട്ടെന്ന്. അതുവരെ പാടിയിരുന്ന ഒരു മുഴുവൻ ഇതേ കിടക്കണം. അതാണ് അതിന്റെ ഒരു പരിപാടി. അതൊരു നമ്പറായിരുന്നു പുള്ളിയുടെ ഒരു പ്രത്യേക നിങ്ങളൊക്കെ പാടി അതിന്റെ. അതെ എല്ലാം ഒരു നമ്പർ തന്നെ. അതൊന്നും തന്നെ അല്ലേ.